ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. KTM 200 ഡ്യൂക്ക് സ്ക്രാംബ്ലർ ആയാൽ മനം കവർന്ന ഒരു രൂപമാറ്റം. KTM ഡ്യൂക്കിനെ സ്ക്രാംബ്ലറായി മനസ്സിൽ കാണാൻ പറ്റുമോ? ചിന്തിക്കാൻ കൂടി വയ്യാന്നാകും മിക്കവരും പറയുക. എന്നാൽ ഇന്തോനേഷ്യ ആസ്ഥാനമായ കാത്രോസ് ഗാരേജ് ഇത് സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. KTM 200 ഡ്യൂക്കിനെ ഗംഭീരൻ സ്ക്രാംബ്ലറാക്കി മാറ്റിയവർ. രൂപം മാറിയ ഡ്യൂക്ക് കാഴ്ചയിൽ ബെനലി ലിയോൺ സിയോനായി തെറ്റിദ്ധരിക്കപ്പെടാം. അത്രമേൽ കൃത്യതയോടെയാണ് ഡ്യൂക്കിന്റെ രൂപമാറ്റം. അപ്സൈഡ് ഡൗൺ ഫോർക്കുകളിലേക്ക് ചെന്നിറങ്ങുന്ന ഹെഡ്ലാമ്പ് ഘടനയിൽ തുടങ്ങും ഡ്യൂക്കിന്റെ സവിശേഷതകൾ. ക്വാഡ് LED യൂണിറ്റ് ആണ് ഹെഡ്ലാമ്പ്. ടേൺ സിഗ്നലുകളും ഇതിൽ തന്നെ. വട്ടത്തിലുള്ള മിററുകൾ ബൈക്കിന്റെ റെട്രോ മുഖം വെളിപ്പെടുത്തും. മുൻ മഡ്ഗാർഡ് ഇവർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. പുറത്തേക്ക് തള്ളിയൊരുങ്ങുന്ന ഭീമൻ റേഡിയേറ്റർ ഡ്യൂക്കിന്റെ പരിക്കൻ വേഷത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് എടുത്തു പറയണം. വീലുകളിലും ബ്രേക്കിങ്ങിലും മാറ്റമില്ല. എന്നാൽ ടയറുകൾ കാഴ്ചക്കാരുടെ ശ്രദ്ധ ആകർഷിക്കും. സ്ക്രാംബ്ലറുകളിൽ കണ്ടുവരുന്ന ബട്ടൺ ടയറുകളാണ് ഡ്യൂക്കിൽ. വശങ്ങളിലേക്ക് കണ്ണെത്തിച്ചാൽ സ്പ്ലിറ്റ് റിലീസ് ഫ്രെയിം ആദ്യം ശ്രദ്ധയിൽപ്പെടും. ഫ്രെയിമിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. സ്ക്രാംബ്ലർ റൈഡിംഗ് ശൈലിക്ക് വേണ്ടി ഡ്യൂക്കിന്റെ സീറ്റിനെ സംഘം കാര്യമായി ഉയർത്തി. ബ്രൗൺ നിറത്തിലാണ് സിംഗിൾ പീസ് ക്ലാസിക് ലെതർ സീറ്റ്. പുതിയ ഇന്ധന ടാങ്കാണ് ഡ്യൂക്കിലെ മുഖ്യ ആകർഷണം. ഓറഞ്ച് ബ്ലാക്ക് നിറശൈലി ബൈക്ക് കണ്ടു നിൽക്കുന്നവരുടെ മനം കവരും. ഇന്ധന ടാങ്കിന് ഒത്ത നടുവിലാണ് ഫില്ലർ ക്യാപ്പ്. വശങ്ങളിൽ നൽകിയിട്ടുള്ള ഡ്യൂക്ക് 200 കാത്രോസ് ബാഡ്ജും ഡിസൈൻ സവിശേഷതകളിൽ ഉൾപ്പെടും. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റും ലോഹത്തിൽ തീർത്ത എഞ്ചിൻ കവറും ബൈക്കിന്റെ മറ്റു വിശേഷണങ്ങളാണ്. ഉയർത്തിയ മഡ്ഗാർഡാണ് പിന്നിൽ. മഡ്ഗാർഡിന് മേലെ ചെറിയ ടെയിൽ ലാമ്പും കാണാം. ടെയിൽ ലാമ്പിന് ഇരുവശത്തും ടേൺ സിഗ്നലുകളും ഇടം പിടിച്ചിട്ടുണ്ട്. പുറം മോടിയിൽ മാത്രമാണ് മാറ്റം. എഞ്ചിനിലേക്ക് കാത്രോസ് ഗാരേജ് കൈകടത്തിയിട്ടില്ല. 199.5 cc ലിക്വിഡ് കൂൾഡ് ഒറ്റ സിലിണ്ടർ എഞ്ചിൻ ബൈക്കിൽ തുടരുന്നു. എഞ്ചിന് 25 bhp കരുത്തും 19.2 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കാനാകും. 6 സ്പീഡാണ് ഗിയർ ബോക്സ്. ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഉള്ളതിനാൽ ബൈക്കിന്റെ പ്രകടനക്ഷമത നേരിയ അളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ഇന്ധന ടാങ്കിന്റെയും ഹെഡ്ലാമ്പ് ഘടനയുടെയും മറ്റു ലോഹ ഘടകങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബൈക്കിന് ഭാരം കൂടിയെന്ന കാര്യവും ഇവിടെ പരാമർശിക്കണം.